ഇതിൽ രായൻ എന്ന് പറഞ്ഞൊരു കക്ഷിൻ്റെ കുറേ ഓഡിയോ ക്ലിപ്പുകൾ കേട്ടു. അയാളുടെ അനുഭവം സങ്കടം തന്നെയാണ്. ഇത്രയൊക്കെ എക്സസൈസും ജിമ്മൊക്കെ ചെയ്തിട്ടും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി എന്ന് പറയുമ്പോൾ അത് വിഷമമുള്ള സംഗതി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, എക്സസൈസ് കൊണ്ടോ ജിമ്മ് കൊണ്ടോ ഒന്നും തന്നെ തടയാൻ പറ്റുന്നതല്ല ഹാർട്ട് അറ്റാക്ക്. ഇത് എല്ലാവർക്കും ഇപ്പം മനസ്സിലായൊരു സംഗതിയാണ്. കാരണം ഒരുവിധ അസുഖങ്ങൾക്കൊന്നും എക്സസൈസ് ഒരു പരിഹാരമല്ല. നമ്മളിപ്പോൾ കുറേ നടന്നുകൊണ്ടോ കുറേ ജിമ്മിൽ പോയോണ്ടൊന്നും രോഗങ്ങളില്ലാതെയാക്കാൻ കഴിയില്ല. രോഗങ്ങളുടെ അടിസ്ഥാന കാരണം ഭക്ഷണം തന്നെയാണ്. ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് കാരണം. ഇപ്പം ഇയാൾ രായൻ പറയുന്നത് അയാൾ കാർബോഹൈഡ്രേറ്റ് അധികം കഴിക്കാറില്ലായിരുന്നു, ഫാറ്റ് കഴിക്കാറില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾ കൂടുതൽ കഴിച്ചിരുന്ന പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അതേ കേട് അതിനുണ്ടാവും. പ്രോട്ടീൻ നമുക്ക് ശരീരത്തിന് ഒരു ദിവസം പരമാവധി ആവശ്യമുള്ളത് 70 ഗ്രാമാണ്. അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഈ ബ്രോയിലർ ചിക്കന്മാരിലൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഫാറ്റ് ഉണ്ടാവില്ല, വെറും പ്രോട്ടീനേ ഉണ്ടാവുള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് വളരെ ചുരുങ്ങിയ ഒരളവിലേ ഇത് വേണ്ടിയുള്ളൂ. ഒരു കിലോഗ്രാം വെയിറ്റുള്ള ബോഡിക്ക് 1 ഗ്രാം പ്രോട്ടീൻ ദിവസം വേണ്ടി. അപ്പോൾ 70 കിലോ ഭാരമുള്ള ഒരാൾക്ക് 70 ഗ്രാമിൻ്റെ അപ്പുറം പ്രോട്ടീൻ ആവശ്യമില്ല. കൂടുതൽ വരുന്ന പ്രോട്ടീൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ അത് കരളിൽ വെച്ചിട്ട് ഗ്ലൂക്കോനിയോജെനിസിസ് എന്നൊരു പ്രോസസ്സിലൂടെ അത് ഗ്ലൂക്കോസായിട്ട് മാറിയിട്ട് ബ്ലഡിലേക്ക് തന്നെ വരും. അത് വീണ്ടും നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തൊരവസ്ഥയിൽ അത് കൊഴുപ്പായിട്ട് മാറും. ചുരുക്കത്തിൽ പ്രോട്ടീൻ ആയാലും കാർബോഹൈഡ്രേറ്റ് ആയാലും ആവശ്യത്തിലേറെ നമ്മൾ കഴിച്ചാൽ അത് എന്തതിന് പറയുക, പേരൊക്കെ മറന്നുപോയി, അത് പുതിയതായിട്ട് കൊഴുപ്പായിട്ട് മാറും. കൊഴുപ്പായിട്ട് മാറിയിട്ട് കരളിലും അതേമാതിരി കൊഴുപ്പ് സെല്ലുകളിലൊക്കെ പോയിട്ട് അടിഞ്ഞു കൂടും. ശരീരത്തിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ആവശ്യത്തിലേറെയുള്ള സാധനമൊന്നും പുറത്ത് കളയില്ല. അതൊക്കെ അവിടെ എടുത്തു വെക്കും, ഡെപ്പോസിറ്റ് ആവും. ഡിനോവോ ലിപ്പോജിനിസ് അതാണ് വാക്ക്, അതിൻ്റെ ശാസ്ത്രീയ നാമം അതാണ്. ഡിനോവോ ലിപ്പോജിനിസിസ് എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കൊഴുപ്പുണ്ട്. അത് കൊഴുപ്പ് കഴിച്ചിട്ടുണ്ടാകുന്നതല്ല, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് എന്നും പ്രോട്ടീൻ എന്നൊക്കെ കൊഴുപ്പാക്കിയിട്ട് മാറ്റും. അങ്ങനെ ശരീരത്തിനകത്ത് ലിവറിനകത്തൊക്കെ കൊഴുപ്പ് വരും, മറ്റ് കൊഴുപ്പ് സെല്ലുകളിൽ വരും. അതിൻ്റെ ഭാഗമായിട്ട് ട്രൈഗ്ലിസറൈഡ് കൂടും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇൻഫ്ലമേഷൻ കൂടും ശരീരത്തിൽ. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ്റെ അളവ് കൂടും. ഇൻസുലിൻ കൂടാൻ കാരണം കരളിൽ കൊഴുപ്പ് നിറയുന്നതാണ്. കൊഴുപ്പ് കരളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡിൽ അധികം വരുന്ന ഗ്ലൂക്കോസിനെ കരളിലേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ അത് ബ്ലഡിൽ തന്നെ ബാക്കിയാവും. അപ്പോൾ അതിനെ ബ്ലഡിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇൻസുലിൻ ഉണ്ടാക്കും പാങ്ക്രിയാസ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കരളിൽ കൊഴുപ്പ് നിറയും, രക്തത്തിൽ ഇൻസുലിനും കൂടും. ഇൻസുലിൻ കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീർക്കെട്ട്. അത് നമ്മൾ ബ്ലഡ് ചെറിയ അളവിൽ ആവശ്യമാണ്. ചില രക്തക്കൊയലിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ മുറിവുകൾ ഉണ്ടാകുമ്പോൾ അതിനുണക്കാൻ ഇൻഫ്ലമേഷൻ ചെറിയ ലെവലിൽ നീർക്കെട്ട് വേണം. അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ്. പക്ഷേ ഇൻസുലിൻ അധികമാകുമ്പോൾ ഇൻഫ്ലമേഷൻ വളരെ കൂടും. അപ്പോൾ ആ സമയത്ത് മുറിവുകൾ ഉണങ്ങല്ല ചെയ്യുക. ആ മുറിവ് ഉണക്കാനുള്ള പൊറ്റം കെട്ടുക എന്ന് പറഞ്ഞില്ലേ, അത് പ്ലേക്കുകൾ അതിങ്ങനെ വലുതായി വരും. അങ്ങനെയാണ് ആർട്ടറികളിൽ രക്തക്കൊലകളിൽ ബ്ലോക്ക് വരുന്നത്. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ ഫാറ്റ് ഒഴിവാക്കിയിട്ട് പ്രോട്ടീൻ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രക്തക്കൊലകളിൽ ബ്ലോക്ക് വരും. കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലും കൂടുതൽ കഴിച്ചാലും ഇതേമാതിരി തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരമാണ് LCHF, ലോ കാർബ് ഹൈ ഫാറ്റ്. മീഡിയം പ്രോട്ടീൻ അതും കൂടി ഇതിലുണ്ട്. മോഡറേറ്റ് പ്രോട്ടീൻ, ലോ കാർബ് മോഡറേറ്റ് പ്രോട്ടീൻ, ഹൈ ഫാറ്റ്. ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കൂടില്ല. കാരണം ഫാറ്റ് കഴിച്ചാൽ ഒരിക്കലും ഇൻസുലിൻ കൂടില്ല, അതുകൊണ്ട് തന്നെ ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫാറ്റാണ്. ഒരു ഭക്ഷണത്തിൻ്റെ ഒരു 70% ശുദ്ധമായ കൊഴുപ്പ് കഴിക്കുക എന്ന് പറഞ്ഞാൽ നെയ്യ്, ബട്ടർ, വെളിച്ചെണ്ണ, ബീഫ്, മട്ടൺ, മുട്ട, മീൻ ഇതൊക്കെ കഴിക്കുക. പിന്നെ ഫൈബറുകൾ, പച്ചക്കറികൾ, നട്ട്സൊക്കെ കഴിക്കാം. അതേസമയത്ത് നമ്മൾ ഒഴിവാക്കേണ്ട സാധനം കാർബോഹൈഡ്രേറ്റ് ആണ്. പരമാവധി തന്നെ ഏകദേശം 0 ആക്കുക. എന്നാൽ ചോറ്, ചപ്പാത്തി തുടങ്ങിയ എല്ലാ ധാന്യവർഗ്ഗങ്ങൾ, പഞ്ചസാര, അതേപോലെ
മറ്റേ കിഴങ്ങ് വർഗ്ഗങ്ങൾ, മധുരമുള്ള പഴങ്ങൾ, ഇതെല്ലാം ഒഴിവാക്കി കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി കുറക്കുക. അതേമാതിരി പ്രോട്ടീന് വളരെ റിസ്ട്രിക്റ്റ് ചെയ്യുക. വളരെ കുറഞ്ഞ അളവിൽ മാത്രം പ്രോട്ടീൻ കഴിക്കുക. പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കനൊന്നും തീരെ കഴിക്കരുത്. കഴിക്കുകയാണെങ്കിൽ നല്ല കൊഴുപ്പുള്ള ഇറച്ചി, ബീഫ്, മട്ടൺ, മീൻ ഇതൊക്കെ കഴിക്കുക. ഈ രീതിയിൽ നമ്മൾ ഭക്ഷണം മാറ്റി കഴിഞ്ഞാൽ ഇൻഫ്ലമേഷൻ കുറയും. ഇൻഫ്ലമേഷൻ കുറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടാവില്ല, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവില്ല, മറ്റു പല രോഗങ്ങളെയും നമുക്ക് ഇതുകൊണ്ട് തടയാൻ പറ്റും. രായൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്താ വെച്ചാൽ മൂപ്പര് ഈ ജിമ്മിൽ പോകാൻ വേണ്ടിയിട്ട് പ്രോട്ടീൻ കണ്ടമാനം കഴിച്ചു. ഈ പ്രോട്ടീൻ ശരീരത്തിൽ വളരെ ചെറിയ അളവിൽ മാത്രം ആവശ്യമുള്ളൊരു സാധനമാണ്. 75 ഗ്രാമിലധികം പ്രോട്ടീൻ ഒരാൾക്ക് ആവശ്യമില്ല. അദ്ദേഹം ആ സമയത്ത് 150, 200, 300 ഗ്രാമൊക്കെ ദിവസം കഴിച്ചിട്ടുണ്ടാവും. അതാണ് പിന്നെ ഈ ഗ്ലൂക്കോനിയോജനീസിസ് കൂടെ ഗ്ലൂക്കോസായിട്ടും പിന്നീട് ഡിനോവോലിപ്പോജനീസിലൂടെ ലിവർ ഫാറ്റായിട്ടൊക്കെ മാറിയതും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇൻസുലിൻ ബ്ലഡിൽ കൂടാനും കാരണം. ഒന്നും വേണ്ടില്ലായിരുന്നു, ഇൻസുലിൻ മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ അറിയായിരുന്നു അയാൾക്ക്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നല്ല ലാബിൽ എവിടെയും പോയിട്ട്, കോഴിക്കോടൊക്കെ ഉണ്ട്, അശ്വിനി ലാബൊക്കെ ഉണ്ട്, അതേമാതിരി ഏതെങ്കിലും നല്ല എക്യുപ്ഡ് ആയിട്ടുള്ള ലാബ് പോയിട്ട് ഫാസ്റ്റിംഗ് ഇൻസുലിൻ ഒന്ന് ചെക്ക് ചെയ്യണം. എല്ലാവരും, ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരൊക്കെ ചെയ്യേണ്ട ഒരു പണിയാണ്. ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുക്കാത്ത ആൾക്കാരാണെങ്കിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്യണം. അതൊരു 2-7 അടിയിലാണെങ്കിൽ ഹെൽത്തിയാണ്. അതിൽ കൂടുതൽ ഇൻസുലിൻ ഒരാളുടെ ബ്ലഡിൽ ഫാസ്റ്റിങ്ങിലുണ്ടെങ്കിൽ അയാൾക്ക് ഇൻഫ്ലമേഷൻ വരാനും അറ്റാക്ക് വരാനും ഒക്കെ ഉള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം ഡയബറ്റീസ്, സ്ട്രോക്ക്, ക്യാൻസർ, കിഡ്നി ഡാമേജ്, ഇതിനൊക്കെ ഉള്ള പ്രധാന കാരണം ഇൻസുലിൻ കൂടുന്നതാണ്. ഇൻസുലിൻ കൂടാനുള്ള കാരണം രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടുന്നതാണ്. രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടാൻ കാരണം നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനുമാണ്. അപ്പോൾ ഈ 2 സംഗതികൾ റിസ്ട്രിക്റ്റ് ചെയ്യുക. ഒരു അപകടമില്ലാത്തൊരു സാധനമാണ് നാച്ചുറൽ ആയിട്ടുള്ള ഫാറ്റ്. അത് ധാരാളം കഴിക്കുക. ബീഫ്, മട്ടൺ, ബട്ടർ, വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, മുട്ട, മീൻ ഇതൊക്കെ കഴിക്കുക. പിന്നെ പച്ചക്കറികളൊക്കെ കഴിക്കുക, ഫൈബറിൻ്റെ ആവശ്യത്തിനും വൈറ്റമിൻ്റെ ആവശ്യത്തിനും. നട്ട്സ് കഴിക്കാം. അതിൽ അണ്ടിപ്പരിപ്പും മറ്റേ പിസ്തയും അധികം കഴിക്കേണ്ട, ഗ്ലൂക്കോസ് ഉണ്ട്, കുറച്ച് കഴിക്കാം. കൂടുതൽ കഴിക്കാൻ പറ്റിയ ബദാം, വാൾനട്ട്, പെക്കാനട്ട്, ബ്രസീൽ നട്ട്, മെക്കാഡമിയ തുടങ്ങിയ നട്ടുകളാണ്. ഈ രീതിയിൽ ഭക്ഷണങ്ങൾ ക്രമീകരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇൻസുലിൻ കൂടില്ല, ഇൻഫ്ലമേഷൻ ഉണ്ടാവില്ല, ലിവർ ഫാറ്റ് ഉണ്ടാവില്ല, വയറൊക്കെ ചുരുങ്ങും, ശരീരം ശരിയായ ഭാരത്തിലേക്ക് വരും, അമിതമായിട്ടുള്ള കൊഴുപ്പുകളൊക്കെ ഇല്ലാതെയാവും. കൊഴുപ്പുണ്ടാകാൻ കാരണം കൊഴുപ്പ് കഴിക്കുന്നതല്ല, കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിനെ ഇൻസുലിൻ കരളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് കൊഴുപ്പുണ്ടാകുന്നത്, ഡിനോവോലിപ്പോജിനിസ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തടി കുറക്കാൻ വേണ്ടിയിട്ട് കൊഴുപ്പ് കുറക്കല്ല വേണ്ടിയത്, കാർബോഹൈഡ്രേറ്റാണ് കുറക്കേണ്ടത്. ഈ രായൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം ഇത് തന്നെയാണ്. അയാൾ ഒരുപാട് പ്രോട്ടീൻ കഴിച്ചു എന്നില്ലാണ്. പിന്നെ പുറമെ കാർബോഹൈഡ്രേറ്റും കുറച്ചാണെങ്കിലും ചോറും ഇതൊക്കെ അയാൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ ബോഡി ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് പ്രോട്ടീൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ളൊരു തകരാറാണ് ഈ ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ അതേമാതിരി ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ മാരത്തോണൊക്കെ ഓടുന്ന ആൾക്കാരുണ്ട്, 20-30 കിലോമീറ്ററൊക്കെ, അവർക്കൊക്കെ ഹാർട്ട് അറ്റാക്കും ഈ പറഞ്ഞ പ്രമേഹവും സ്ട്രോക്കും ഒക്കെ വരുന്നുണ്ട്. കാരണം അവരതിന് അനുസരിച്ച് ഗ്ലൂക്കോസ് കൂടുതൽ കഴിക്കുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ആ ഒരു സാധനമാണ് പ്രധാനമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. പിന്നെ പ്രോട്ടീനും. അപ്പോൾ അത് രണ്ടും റിസ്ട്രിക്റ്റ് ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് പരമാവധി 20 ഗ്രാമിലധികം കഴിക്കരുതെന്നാണ് ദിവസം. പ്രോട്ടീൻ 70 ഗ്രാമിലധികം കഴിക്കരുത്. ആ സമയത്ത് ഫാറ്റ് നമുക്ക് 200-250 ഗ്രാം കഴിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ രീതിയിൽ ഭക്ഷണമൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അപകടങ്ങളിൽ നിന്നൊക്കെ ഒഴിവാകാം. ഹാർട്ട് അറ്റാക്ക്, ബൈപ്പാസ്, ആൻജിയോപ്ലാസ്റ്റി, സ്ട്രോക്ക്, ക്യാൻസർ, കിഡ്നി ഡാമേജ്, ഷുഗർ എല്ലാം ഒഴിവാക്കാൻ പറ്റും. കാരണം നമ്മൾ ഡയറ്റ് ചെയ്തവർക്കൊക്കെ ഉള്ള അനുഭവമാണ്. ഒരു മാസം കൊണ്ടൊക്കെ തന്നെ ട്രൈഗ്ലിസറൈഡൊക്കെ നോർമൽക്ക് വന്നിട്ടുണ്ട്. ട്രൈഗ്ലിസറൈഡ് ഒരു 100ൻ്റെ റേഞ്ചിൽ എത്തുന്നതാണ് സേഫ്. അതേമാതിരി HDL 50ൻ്റെ മുകളിൽ പോകണം. LDL ഒരു ഇമ്പോർട്ടൻ്റ് സംഗതിയല്ല, അതിനെപ്പറ്റി അധികം ആലോചിക്കേണ്ട. കാരണം അത് നല്ലതും ചീത്തയും കൂടി കൂടിയതാണ്. LDL Aയും Bയും ഉണ്ട്. അതിൽ A നല്ലതും B മോശമാണ്. അപ്പോൾ അതിൽ LDL കൂടിയെന്നുള്ളതുകൊണ്ട് മാത്രം കുഴപ്പമില്ല. LDL A ആയിരിക്കും കൂടിയിട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അത് ഫാറ്റ് കഴിക്കുന്നവർക്ക് LDL A ആണ് കൂടുന്നത്, അത് അപകടമില്ലാത്തതാണ്. ഇപ്പോൾ ടോട്ടൽ കൊളസ്ട്രോളും ഇത്ര വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമല്ല. അത് 200ൻ്റെ മുകളിലൊക്കെ അയച്ച് കുഴപ്പമൊന്നുമില്ല, 300 വരെയൊക്കെ പോവാം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ട്രൈഗ്ലിസറൈഡ് മാത്രമാണ്. അത് രായം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ട്രൈഗ്ലിസറൈഡ് കുറക്കണമെങ്കിൽ ഒറ്റ മാർഗമുള്ളൂ, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും കുറക്കുകയെന്നില്ലാണ്. അല്ലാതെ ഫാറ്റ് കുറച്ചുകൊണ്ട് കാര്യമല്ല. ഫാറ്റ് കൂടുതൽ കഴിച്ചാൽ ട്രൈഗ്ലിസറൈഡ് കുറയാണ് ചെയ്യുക. അപ്പോൾ അതൊക്കെ അനുഭവമുള്ളതാണ്. ഇപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ, ഇപ്പം ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒരു 9000-ഓളം ആൾക്കാരായി, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ 6500 ഇവർക്കൊക്കെ തന്നെയല്ല അനുഭവം അതാണ്. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളുമാണ്.
നിലവിലെ ബയോ കെമിസ്ട്രി അനുസരിച്ചുള്ള നിയമങ്ങൾ തന്നെയാണ്. പല ഡോക്ടർമാർക്കും അത്തരം വിവരങ്ങളില്ല എന്നുള്ള വേറെ കാര്യം. പക്ഷെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് കണ്ടുപിടുത്തങ്ങളും സ്റ്റഡീസൊക്കെ തെളിയിക്കുന്നത് കാർബോഹൈഡ്രേറ്റാണ് അപകടകാരി എന്നല്ലാതെ ഫാറ്റല്ല. അപ്പം ഈ അതിൻ്റെത് ഒരു ഒറ്റപ്പെട്ട അനുഭവം എന്നല്ല, ഈ തെറ്റുകൾ പലരും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമാണെന്ന് പല രോഗങ്ങളും ഉണ്ടായിട്ടുള്ളത്.